ഇന്ന് നമ്മൾ റോപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കർവ്ഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ആങ്കർ ത്രെഡ് 6 സ്ട്രാൻഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ് റോപ്പ് സ്റ്റിച്ച്. അപ്പോൾ ആദ്യം നമ്മൾ നൂലിങ്ങനെ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ ഒരു ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം നൂല് പുറത്തെടുത്തതിൻ്റെ കുറച്ച് മേളിലായിട്ട് ആണ് നമ്മൾ സൂചി താഴോട്ട് ഇറക്കുന്നത്. എന്നിട്ട് നമ്മളൊരു ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഇതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി താഴേക്ക് ഇറക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ അടുത്ത ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഈ കർവ്ഡ് ലൈൻ മൊത്തം ഈ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ റോപ്പ് സ്റ്റിച്ചിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചാണ്. നമ്മൾ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് റോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലപോലെ എംബോസ് ചെയ്ത് നിൽക്കും. ഇനി റോപ്പ് സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയിൻ സ്റ്റിച്ചും ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചും ഒക്കെ എൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് റോപ്പ് സ്റ്റിച്ചും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സൂചി താഴേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ റോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.